ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഓലയുടെ പുതിയ ജനറേഷൻ 3 ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. വലിയ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയായിട്ടുള്ള മിനിമം ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ബേസിക് ഡിസൈനൊക്കെ അത് തന്നെയാണ്, ആ ഒരു വ്യത്യാസമൊന്നുമില്ല. പുതിയ കളേഴ്സ് വന്നു, പിന്നീട് ബാക്കത്തെ ഗ്രാബ് റെയിലിൻ്റെ ഒരു ഡിസൈൻ മാറ്റം വന്നു, പിന്നീട് ഡുവൽ ABS വന്നു. അങ്ങനെ ചെറിയ ചെറിയായിട്ടുള്ള വ്യത്യാസമാണ്. സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് S1Xൻ്റെ പ്രൈസ് 80,000 രൂപയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ വരുന്ന 5-ാം തീയതി പുതിയൊരു ഇലക്ട്രിക് ബൈക്ക് ഓല ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് റോഡ് സ്റ്റാർ X എന്ന് പറയുന്ന പേരാണ്. ഈ കാണുന്ന ഡിസൈനാണ് ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. പിന്നീട് GTA 6 ഈ വർഷമാണല്ലോ ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഏകദേശമൊക്കെ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 17-ാം തീയതിയാണ് ലോഞ്ച് ഇവൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. റൂമേഴ്സാണ്, ഒഫീഷ്യലൊന്നും തന്നെയല്ല. അപ്പോൾ സെപ്റ്റംബർ മാസം ആ ഒരു ടൈം ആവും എന്തായാലും ഈ ഒരു ഗെയിം വരാൻ വേണ്ടി. ഇത് വന്ന് കഴിഞ്ഞാൽ PC-യിലേക്കൊക്കെ തന്നെ വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 വർഷം എന്തായാലും എടുക്കും. ഇത് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഒരു 200 GB മേലെ പോകും. നോർമലി ഇപ്പോൾ ഉള്ള GTA 5യുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 100 GB മേലെയുണ്ട്. അപ്പോൾ GTA 6 വരുന്ന സമയത്ത് 200 GB എന്തായാലും അധികം ഉണ്ടാവും. ഇതിൻ്റെ ഒരു PC റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഇൻ്റലിൻ്റെ i7 എന്തായാലും വേണം, ഒരു 3070 ഗ്രാഫിക്സ് കാർഡ് വേണം, 16 GB റാമും എന്തായാലും ഒരു PC-യിൽ വേണം. 16 GB റാം ഇപ്പോൾ കോമൺ ആയിട്ട് ഒട്ടുമിക്ക ഒരു 60,000 രൂപ റേഞ്ചിൽ തന്നെ ഒരു ഗെയിമിംഗ് PC ഒക്കെ എടുക്കുക, അല്ലെ ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ 16 GB അതിൽ വരുന്നുണ്ട്. PC ആണെങ്കിൽ ബിൽഡ് ചെയ്യുമ്പോൾ 16 GB കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. 8 GB അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പം റാം കുഴപ്പമില്ല. ഇൻ്റലിൻ്റെ i7 വേണം. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള PC-യിൽ മാത്രമേ ഇനി കളിക്കാൻ വേണ്ടിയൊക്കെ പറ്റൂ. മറ്റേ GTA 5 പോലെ ഒരു ബേസിക് സ്പെക്ക് പോരാ. GTA 6 ഭയങ്കര അധികം സ്പെസിഫിക്കേഷൻസ് വേണം കളിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഒരു 3 വർഷമൊക്കെ എടുക്കും. അപ്പോൾ മാത്രമേ എന്തായാലും GTA 6 ഒക്കെ തന്നെ നമുക്ക് PC-യിൽ കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുവരെ നമുക്കിങ്ങനെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ട് ഇരിക്കാവുന്നേ ഉള്ളൂ. പിന്നീട് ഐഫോണിൻ്റെ SE 4th ജനറേഷൻ ഈ മാർച്ച് ആ ഒരു ടൈമൊക്കെ ആയിരിക്കും ലോഞ്ച് ചെയ്ത്. അതിൻ്റെ ഒരു ലീക്ക്ഡ് എന്നല്ല, ഈ ഒരു ഡിസൈനിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. അതായത് പഴയ പോലെ തന്നെ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പൊക്കെയാണ് ബാക്കിൽ വരുന്നത്. പക്ഷേ ബോക്സി ഡിസൈനാണ് ഇപ്രാവശ്യം വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നോച്ച് ഡിസൈനാണ്. ആ പഴയ വലിയ ബസ്സിലൊക്കെ ഉണ്ടെങ്കിലല്ല ആരും ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി പോകുന്നില്ല. ചിലപ്പോൾ എടുക്കുന്ന ടീംസും ഉണ്ട്, അങ്ങനെയല്ല പറഞ്ഞത്. അല്ലെ, ആ ഒരു വലിയ തടിയിലെ ബസ്സിലൊക്കെ ഇപ്പോഴും 2025 ഇറക്കിക്കഴിഞ്ഞാൽ എന്തുവാ അവസ്ഥ എന്ന് പറയേണ്ടി വരും. ഡൈനാമിക് ഐലൻഡ് ഒന്നുമില്ല, അതൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നോച്ച് ഡിസൈൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് ആപ്പിളിൻ്റെ AI ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിലും കിട്ടും. അപ്പോൾ ആ ഒരു ഫോൺ ഒരു മാർച്ച് ആ ഒരു ടൈമിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈമാകുമ്പോൾ എന്തായാലും ഐഫോണിൻ്റെ SE 6 16 അല്ലെങ്കിൽ ഐഫോണിൻ്റെ 16E അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്താണ് പേര് എന്നുള്ളത് ആ ഒരു ടൈം മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫോൺ ഒരു മാർച്ച് ആകുമ്പോൾ ആ ഒരു ഫോൺ എന്തായാലും എത്തും. പിന്നീട് ഇന്ത്യൻ ഗവൺമെൻറ്, അതായത് ഇന്ത്യൻ റെയിൽവേ പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സ്വാറെയിൽ, ഇങ്ങനെ തന്നെയാണ് പറയേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ഈ പേരിലുള്ളൊരു പുതിയൊരു റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബീറ്റ വേർഷനിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന, ഒഫീഷ്യലായിട്ട് അടുത്ത് തന്നെ എന്തായാലും വരും. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രെയിൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നീട് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒട്ടുമിക്ക എന്താ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. അതും ഒരു പുതിയൊരു ആപ്പായിട്ടാണ് വരുന്നത്. ഇൻ്റർഫേസൊക്കെ അത്യാവശ്യം കൊള്ളാം, കാണാനൊക്കെ അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പം ബീറ്റ വേർഷനിലാണ് ഇപ്പം വരുന്നത്. അതുപോലെ തന്നെ വിവോയുടെ V15 സീരീസ് ഈ മാസം എന്തായാലും ലോഞ്ച് ആവും, ഫെബ്രുവരി മാസം. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അതായത് ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത മോഡലാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു 120 Hz വരുന്ന ഒരു കോഡ് കർവ്ഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ചിപ്സെറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ 50 MB ഡുവൽ റിയർ ക്യാമറ, പിന്നീട് 50 MB സെൽഫി ക്യാമറ ഉണ്ടാവും. 6000 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, IP69 റേറ്റിംഗ് ഒക്കെ തന്നെ ഉണ്ടാവും. പ്രൈസൊക്കെ പറയുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് മോഡലിൻ്റെ പ്രൈസ് ഒരു 37-40 രൂപയൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് പ്രൈസായിട്ട് വരുന്നത്. എന്തായാലും ഈ മാസം ഈ ഫോൺ എന്തായാലും വരും. 2 ഫോൺ എന്തായാലും ഈ മാസം തന്നെ വരുന്നുണ്ട്. പിന്നെ ടെക്നോയുടെ പുതിയൊരു ഫോൺ കൂടി ഒരു ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ബാക്കിൽ ലൈറ്റ് കത്തുന്നൊരു ടെക്നോ ഫോൺ, ടെക്നോ പോവ സീരീസ് ആയിരിക്കും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ക്യാമറ മോഡുകൾ കാണാൻ നൈസായിട്ടുണ്ട്. അപ്പോൾ ടെക്നോ ഫോൺസ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല.
അപ്പം യൂസ് ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഇൻഫിനിക്സ് പറഞ്ഞ സമയത്ത് ഇൻഫിനിക്സിനെ പറിച്ച് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും, നല്ല ഫോണാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ടെക്നോ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ടെക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം, നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ 8 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ് ഇസ് ഫ്രം സൈനിങ് ഓഫ്. Bye bye.